8ാം ക്ലാസ് കേരള പാഠാവലി ഒന്നല്ലി നാം എന്ന 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായ ബ്രേക്കിംഗ് ന്യൂസിനെ കുറിച്ച് മനസ്സിലാക്കാം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിലെ ഒരു ഭാഗമാണിത്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നിരിക്കുന്ന വരികളുടെ ആശയം നോക്കാം. നടക്കാൻ തീരുമാനിച്ചാൽ കാലുകളെ വിശ്വസിക്കണം, പറക്കാൻ തീരുമാനിച്ചാൽ ചിറകുകളെ വിശ്വസിക്കണം, ജീവിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം ഉയരുകയാണ്. ലക്ഷ്യത്തിലെത്താൻ പ്രയത്നിക്കണം. നമ്മുടെ ആത്മവിശ്വാസത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആത്മവിശ്വാസം കൊണ്ട് ഏത് തടസ്സങ്ങളെയും നാം മറികടക്കണം. അങ്ങനെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഷ്ടപ്പെടണം. അത് പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ നാം അതിനായി കഠിന പരിശ്രമം നടത്തേണ്ടതുണ്ട്. ഇനി ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗത്തിലേക്ക് വരാം. അതിനു മുമ്പ് നോവലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ആരാച്ചാർ എന്നാൽ തൂക്കുകയർ എന്നാണ് അർത്ഥം. കുറ്റവാളികളെ തൂക്കിലേറ്റുക എന്നതാണ് ആരാച്ചാർമാരുടെ ജോലി. ഈ നോവലിലെ പ്രധാന കഥാപാത്രം ചേതന കൃദ്ധ മല്ലിക് എന്ന പെൺകുട്ടിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആരാച്ചാരുടെ ജോലി സ്വീകരിക്കേണ്ടി വന്ന പെൺകുട്ടിയായിരുന്നു ചേതന കൃദ്ധ മല്ലിക്. അവളുടെ ജീവിതാനുഭവങ്ങളാണ് ഈ നോവലിൽ കാണിച്ചു തരുന്നത്. ചേതന കൃദ്ധ മല്ലിക്കിൻ്റെ കുടുംബ പാരമ്പര്യം തന്നെ ആരാച്ചാർമാരുടേതായിരുന്നു. അച്ഛൻ ഫണിഭൂഷൺ കൃദ്ധ മല്ലിക്കിൻ്റെ പിന്തുടർച്ചക്കാരിയായിട്ടാണ് ചേതന ഈ ജോലി ഏറ്റെടുക്കുന്നത്. ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട യതീന്ദ്രനാഥ ബാനർജിയെ തൂക്കിക്കൊല്ലാൻ ചേതനയെയാണ് നിയോഗിക്കുന്നത്. അങ്ങനെ ലോകത്ത് ആദ്യമായി ആരാച്ചാരായി ജോലി ചെയ്യേണ്ടി വരുന്ന പെൺകുട്ടി എന്ന വിശേഷണം ചേതനയ്ക്ക് ലഭിക്കുകയാണ്. പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമെല്ലാം ആദ്യത്തെ സ്ത്രീ ആരാച്ചാരായ ചേതന കൃദ്ധ മല്ലിക്കിനെ അഭിമുഖം നടത്താൻ അഥവാ ഇൻ്റർവ്യൂ നടത്താൻ വരുന്നതാണ് ഈ പാഠഭാഗം വായിക്കാം. ജയിലിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നത് ക്യാമറയുടെ ലെൻസിലേക്കാണ്. ഞാനും അച്ഛനും ഇറങ്ങിച്ചെല്ലുന്നത് ഷൂട്ട് ചെയ്യാൻ സഞ്ജീവ് കുമാറിൻ്റെ ക്യാമറാമാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. സഞ്ജീവ് കുമാർ മിത്ര പോക്കറ്റിൽ നിന്ന് ഒരു പൗഡർ ചെപ്പെടുത്ത് അതിലെ കണ്ണാടിയിൽ നോക്കി പൗഡർ തേച്ച് മുഖമെനിക്ക് ചീപ്പെടുത്ത് മുടി ചീകി ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് മൈക്കെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ലോകത്താദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിൽ നിയമിതയായിരിക്കുകയാണ്. ബംഗാളിലെ പ്രശസ്ത ആരാച്ചാർ ഫണിഭൂഷൺ കൃദ്ധ മല്ലിക്കിൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് സർക്കാർ മല്ലിക്കിൻ്റെ മകൾ ചേതന കൃദ്ധ മല്ലിക്കിനെ ആരാച്ചാർ തസ്തികയിൽ നിയമിച്ചു കഴിഞ്ഞു. നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതന കൃദ്ധ മല്ലിക് ജയിൽ IGയെയും ആലിപ്പൂർ കറക്ഷൻ സൂപ്രണ്ടിനെയും സന്ദർശിക്കുകയും തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു. ജയിലിൽ നിന്ന് ചേതനയും പിതാവും പുറത്തു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേതന കൃദ്ധ മല്ലിക് ഉയർന്ന മാർക്കോടെ +2 പാസ്സായിട്ടുണ്ട്. ചേതന CNCയിലേക്ക് സ്വാഗതം. എന്തു പറയുന്നു പുതിയ ജോലിയെപ്പറ്റി? ആരാച്ചാരായി ജോലി ചെയ്യാൻ പേടി തോന്നുന്നുണ്ടോ? സഞ്ജീവ് കുമാർ ഓർക്കാപ്പുറത്ത് എന്നോട് ചോദിച്ചു. ഞങ്ങൾ കൃദ്ധ മല്ലിക്മാർക്ക് പേടി എന്താണെന്ന് അറിയില്ല. ഞാൻ ആലോചിക്കാതെ വേഗം ഉത്തരം പറഞ്ഞു. അച്ഛൻ അത് കേട്ട് വിടർന്നു ചിരിച്ചു. ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ? ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. നിങ്ങൾ ആരാച്ചാരായാൽ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ? സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലി ഒന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും. നിങ്ങളൊരു ഫെമിനിസ്റ്റാണോ? എനിക്കറിഞ്ഞുകൂടാ. താങ്കൾക്ക് എന്തു തോന്നുന്നു? ആ ഉത്തരം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. താനൊരു ഫെമിനിസ്റ്റാണോ എന്ന ചോദ്യം നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതന കൃദ്ധ മല്ലിക് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വനിതാ ആരാച്ചാർ എന്ന ജോലി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ചരിത്രത്തിൽ ആദ്യമായി വളയിട്ട കൈകളൊരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപുരി പോകുവാനുള്ള ഭാഗ്യം അതോടെ യതീന്ദ്രനാഥ് ബാനർജിക്ക് കൈവന്നിരിക്കുകയാണ്. പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാൻ CNC ചാനലിന് അഭിമാനമുണ്ട്. യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതന കൃദ്ധ മല്ലിക് CNC ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. കാത്തിരിക്കുക. നാളെ 7:30യുടെ ബുള്ളറ്റിനിൽ യതീന്ദ്രനാഥ് ബാനർജിയെക്കുറിച്ച് പ്രത്യേക പരിപാടി. തുടർന്ന് ജൂൺ 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല സംബന്ധിച്ച ഒരുക്കങ്ങളെക്കുറിച്ച് മുഖ്യ ആരാച്ചാരുടെ സഹായിയായി നിയമിതയായ ചേതന കൃദ്ധ മല്ലിക് അന്നുള്ള പുതിയ വിവരങ്ങൾ നൽകും. ഓർക്കുക, ചേതന കൃദ്ധ മല്ലിക് നിങ്ങളുടെ CNC ചാനലിൽ മാത്രം. ആലിപ്പൂർ കറക്ഷണൽ ഹോമിന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ അതുൽ കൃഷ്ണൻ ചന്ദ്രയോടൊപ്പം സഞ്ജീവ് കുമാർ മിത്ര. ഇത്രയുമാണ് പാഠഭാഗം. ഇവിടെ സ്ത്രീയുടെ മനോബലം, സ്വാതന്ത്ര്യബോധം, ജീവിത പോരാട്ടം എന്നിവയെ ശക്തമായി ആവിഷ്കരിക്കുന്നു. സർക്കാർ ജോലി നൽകുന്ന സാമ്പത്തിക സുരക്ഷയും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാനും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മികവ് പുലർത്താനും ലോകത്തിൽ മുന്നിൽ അത്തരത്തിലുള്ളൊരു സ്ത്രീ സമൂഹം അത്തരത്തിൽ ഉയർന്നു വരുമെന്ന് വ്യക്തമാക്കുകയാണ് ഈ നോവൽ. എന്നാൽ അതുമാത്രമല്ല, പത്രമാധ്യമങ്ങളുടെ വാണിജ്യവൽകൃത മുഖത്തെ വിമർശനാത്മകമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന എഴുത്തുകാരി. രസകരമായ വാർത്തകളെ വേട്ടയാടുന്ന വ്യാപാരികളാണവർ.
ചേതനയുടെ വ്യക്തിജീവിതം, മാനസികാവസ്ഥ, കുടുംബ പശ്ചാത്തലം എന്നിവ പോലും പ്രേക്ഷകരുടെ കൗതുകത്തിന് വിധേയമാക്കുന്ന പത്രമാധ്യമ പ്രവർത്തകനെ ഇവിടെ കാണാം. ഉദാഹരണത്തിന് സഞ്ജീവ് കുമാറിൻ്റെ ക്യാമറാമാൻ്റെ തക്കം പാർത്തിരുന്നു എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ചാനൽ റേറ്റിംഗ് കൂട്ടാനുള്ള തരത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഇറക്കുന്നതും അവരുടെ കച്ചവട തന്ത്രത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്ത്രീയുടെ ആത്മവിശ്വാസത്തെയും ശക്തിയെയും അടിച്ചമർത്തുന്ന സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു പുരുഷാധികാര മേഖലയാണത്. അവിടേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് വലിയൊരു വിപ്ലവം തന്നെയാണ് ഈ പാഠഭാഗത്തിലൂടെ നോവലിസ്റ്റ് നടത്തുന്നത്.